ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മൊപാസ് മനസ്സിലോട്ട് സ്വാഗതം. നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അപ്പോൾ നമ്മുടെ നിധി ആ വീട് ആ കിളിക്കൂട് വിട്ട് ഇറങ്ങുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് അല്ലേ. പാവം, സത്യം പറഞ്ഞാൽ നിധിക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആ വീട്ടിൽ നിന്ന്. കാരണം ഒരു ഏട്ടൻ, രണ്ട് അനുജന്മാർ, ഒരു അച്ഛൻ ഒക്കെ ആയിട്ട് ആ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ പോകുന്ന അവസരത്തിലാണ് നമ്മുടെ സുധീഷിന് സ്വന്തം അച്ഛൻ്റെയും അതുപോലെ തന്നെ തോമസ് ഏട്ടൻ്റെയൊക്കെ ഉപദേശങ്ങൾ കേട്ട് മദ്യപിച്ച് നിധിയുടെ കൂടെ ആ ഒരു രീതിയിൽ പെരുമാറിയത്. ഒരു കണക്കിന് പറഞ്ഞാൽ നിധിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കാര്യം തൻ്റെ ഭർത്താവാണ് സുധീഷ് എന്ന് എല്ലാവരുടെ അടുത്തും നിധി പറയേണ്ട സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിധി ആ ഒരു രീതിയിൽ സുധീഷിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് നമുക്കൊരു പ്രണയം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അല്ലേ ആ ഒരു രീതിയിലൊക്കെ വരുന്നതിന് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഒരു പക്ഷേ സുധീഷ് ഈ പ്രണയം നിധിയോട് തുറന്നു പറയും. എന്നിട്ട് ആ ഒരു പ്രണയത്തിന് വേണ്ടി തിരിച്ച് തന്നോട് ആ ഒരു പ്രണയം നിധിക്ക് തോന്നുന്നതിന് വേണ്ടിയിട്ട് സുധീഷ് അത്രയും നാൾ അങ്ങനെ കാത്തിരിക്കുമ്പോഴൊക്കെയുള്ള ചിലപ്പോൾ ആ അവസ്ഥയിൽ ചിലപ്പോൾ നിധിക്ക് സുധീഷിനോടൊരു പ്രണയം വരുമായിരിക്കാം. പക്ഷേ അതൊക്കെ മറികടന്നാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതല്ലേ. അങ്ങനെ ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗെയ്സ്, എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന് കുറച്ച് സപ്പോർട്ടിങ്ങൊക്കെ കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ സ്നേഹത്തോടുള്ള ആ ഒരു ലൈക്കും അതുപോലെ നമ്മൾ സ്റ്റാർ ബട്ടൺ ഹൈപ്പും ഒക്കെ ഒന്ന് തരിക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്ന് വരാനിരിക്കുന്ന വിശേഷം നമുക്ക് കേൾക്കാം. അങ്ങനെ സുഭാഷും നമ്മുടെ നിധിയും കൂടെ ഹോസ്റ്റലിലോട്ട് എത്തുകയാണ്. അപ്പോൾ നിധിയുടെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം രാത്രിയായല്ലോ. അപ്പോൾ നിധി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണല്ലോ. അങ്ങനെ വാർഡൻ്റെ അടുത്തോട്ട് സുഭാഷ് ചെല്ലുകയാണ്. അപ്പം ഈ കുട്ടിയുടെ ആരാന്ന് വാർഡൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, എൻ്റെ അനുജത്തിയാണ് നിധി എന്ന് പറയും. ഞാൻ അവളുടെ ഏട്ടനാണ് എന്ന രീതിയിലൊക്കെ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് വാർഡനൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി സുഭാഷ് പോവാണ് അവിടെ നിന്ന്. അപ്പം നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഞാൻ ഈ ബാഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ട് താഴോട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് സുഭാഷിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയാണ്. കാരണം പല വീട്ടിൽ നിധി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു കുറേ ഇൻസിഡൻ്റൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. വീട്ടിൽ വന്നതും ഈ സത്യങ്ങളൊക്കെ നമ്മുടെ കല്യാണം നടന്ന സുധീഷിൻ്റെയും നിധിയുടെയും കല്യാണം നടന്ന കാര്യമൊക്കെ സുഭാഷ് ഏട്ടനോട് സത്യം പറയുകയും പിന്നെ ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെ സ്വന്തം വീട് പോലെ കണ്ട് ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞതൊക്കെ നിലവിളക്ക് കത്തിക്കണതും ഒക്കെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചായ ഇടുന്നത് അങ്ങനെ പല പല കേസുകൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു സുഭാഷ്. അപ്പോഴേക്കും നിധി താഴോട്ട് വന്നു കേട്ടോ. നിധി പൊട്ടിക്കരയാണ്. കാരണം നിധിക്ക് പറ്റുന്നില്ല. സുഭാഷ് അതിനേക്കാളേറെ സങ്കടത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, സാരമില്ല മോള് സന്തോഷമായിട്ട് ഇരിക്കുക. നീ എടുത്ത തീരുമാനത്തിനോട് എനിക്കൊന്നും പറയാനായിട്ടില്ല. എനിക്കൊന്നും ന്യായീകരിക്കാനും ഇല്ല എൻ്റെ അനുജനെ കുറിച്ച്. എന്നിട്ട് സുഭാഷ് കുറച്ച് പൈസ എടുത്ത് നിധിയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ഏട്ടനാണ് ഞാൻ. എന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ വരാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനപ്പെടുത്തി കണ്ണുകളോട് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ഇത് കയ്യിൽ വയ്ക്കുന്നു. പക്ഷേ നിധി വാങ്ങാൻ കുറച്ച് വിസമ്മതിച്ചുവെങ്കിലും സുഭാഷ് ആ കൈ പിടിച്ച് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മോള് കയറി പോകാൻ പറയാം. ഇല്ല സുഭാഷിനെ പൊക്കോളാൻ നിധി പറയും. അങ്ങനെ സുഭാഷ് 2-3 അടി ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് നിധിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയും, ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും സുധീഷിന് സുധീഷ് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരമ്മയില്ലാത്തതിൻ്റെ കുറവുകൊണ്ടാണോ അവൻ ഇങ്ങനെ ചെയ്തത്? പിന്നെ ഞാൻ വളർത്തിയ മക്കളല്ലേ, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. മനസ്സിൽ അവന് ഒതുക്കി വയ്ക്കാൻ അറിയില്ല. അത് ഈ രീതിയിൽ പ്രകടിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും അവൻ്റെ തെറ്റ് ന്യായീകരിക്കുകയല്ല മോളെ. പക്ഷേ എങ്കിലും ഒരു അപേക്ഷയുണ്ട്, അവനെ മനസ്സുണ്ടെങ്കിൽ അവനോട് നീ ഒന്ന് പുറത്തു കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അവൻ പാവമാണ്, പറ്റിപ്പോയി, ന്യായീകരിക്കുന്നില്ല തെറ്റ് എന്നൊക്കെ പറയണം കേട്ടോ. നിധി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് സുഭാഷ്, ശരി മോള് പൊക്കോന്ന് പറയും. അങ്ങനെ നിധി കയറി തിരിഞ്ഞ് നോക്കി പോവാണ്. പക്ഷേ നമുക്ക് ആ സീനൊക്കെ ഭയങ്കര ഒരു
എന്താ പറയുക, ഒരു ഭയങ്കര വിഷമം തോന്നും കേട്ടോ. സുഭാഷ് എന്നിട്ട് തിരിച്ച് ഒരു ഓട്ടോയിൽ വീട്ടിലോട്ട് വരികയാണ്. അവിടെ നമ്മുടെ സുധീഷും നികേഷും ഹരീഷും അതുപോലെ ഭാസ്കരനും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം സുഭാഷ് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങി, ഓട്ടോക്കാരൻ തിരിച്ച് പൈസ കൊടുത്ത് തിരിച്ചു വിടുന്നു. സുഭാഷ് അകത്തോട്ട് വന്നു. വരുമ്പോൾ തന്നെ സുധീഷ് അവരൊക്കെ ഓടി വരികയാണ്. സുഭാഷ് എന്ന് വെച്ചാൽ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കാരണം സുഭാഷിൻ്റെ കൂടെ ചിലപ്പോൾ നിധി തിരിച്ചിങ്ങി വരും എന്നുള്ളത്. അപ്പോൾ സുധീഷ് ചോദിച്ചു, സുഭാഷ് ചേട്ടാ നിധി വന്നില്ലേ സുഭാഷ് ചേട്ടാ? അപ്പോൾ സുഭാഷ് ചോദിക്കും, നീ എന്താ അവൾ കണ്ണൂത്തി കളിക്കുകയാണെന്നാണോ വിചാരിച്ചത്? എന്നിട്ട് സുഭാഷ് കുറേ കാര്യങ്ങൾ, അവർ മൂന്നുപേരും നിൽക്കുന്നുണ്ട്, എൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ എനിക്ക് തന്നൊരു ഔദാര്യമാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ തീരുമാനം എടുത്ത് എൻ്റെ വർക്ക് സൈറ്റിൽ വന്ന് അവൾ എന്നോട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറയാനുള്ളൊരു മനസ്സെങ്കിലും ആ കുട്ടി കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് മാത്രമേ അവൾ എന്നോട് പറഞ്ഞുള്ളൂ, എന്നോട് പോകരുത് എന്ന് മാത്രം സുഭാഷ് ചേട്ടൻ പറയരുതെന്ന്. കാരണം ആ കുട്ടിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ വീട്ടിൽ നിന്ന് പോകാൻ. കാരണം നമ്മൾ 5 ആണുങ്ങളുണ്ടായിരുന്ന ഒരു വീടാണ്. ഈ വീട്ടിൽ ആ കുട്ടിക്ക് അത്ര വിശ്വാസമായിരുന്നു, ഈ വീട്ടിൽ എനിക്ക് ഇവിടെ എൻ്റെ സ്വന്തം വീട് പോലെ കഴിയാം എന്നുള്ളൊരു വിശ്വാസം. എടാ ഇത്രയും നാൾ നമ്മൾ ഒരു പട്ടി പോലും കയറാത്തൊരു വീടായിരുന്നു. നിധി വന്നതിൽ പിന്നെ ആൾക്കാർ നമ്മളെ നോക്കുന്നതിൽ പോലും ഒരു മാറ്റം ഉണ്ടായിരുന്നു. നിനക്കത് അറിയാവോ? എടാ സ്നേഹമെന്ന് പറയണത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നീ ആ സ്നേഹം അവളോട് തുറന്നു പറഞ്ഞ് അവൾ ആ സ്നേഹം തിരിച്ച് നിന്നോട് വരുന്നവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണമായിരുന്നു. അല്ലാണ്ട് അവളെ ഒരു പെൺകുട്ടിയുടെ ശരീരം കീഴ്പ്പെടുത്തി സ്നേഹം സംഭരിച്ചെടുക്കുക എന്നുള്ളത് വലിയ ന്യായീകരിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ സുധീഷിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു ഇതായിരുന്നു ആ കുട്ടിയോട് പ്രണയം തുറന്നു പറയുക. പിന്നെ ഒരു പൂ വിടരുന്ന പോലെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് ആ രീതിയിലെടുക്കണം. ഒരു പെൺകുട്ടിയെ ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിട്ടുള്ളവൻ ചെയ്യില്ല, അത് മൃഗത്തിനു തുല്യമാണ്. മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നിധി ഇവിടെ നിന്നനെ. നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. നീ ആ ഇഷ്ടം അവളുടെ ആ മനസ്സിൽ തോന്നി, ഒരു പക്ഷേ കാലക്രമേണ ചിലപ്പോൾ നിൻ്റെ ഭാര്യയായിട്ട് അവൾ അംഗീകരിച്ച് വന്നനെ. നീ അതിനവസരവും അതിനുള്ള ക്ഷമയും നീ കാണിച്ചില്ല. സുധീഷ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. സുഭാഷ് പറയുന്ന ഓരോ വാക്കുകളും കേട്ട് സുധീഷ് ശരിക്കും കരയാണ്. അപ്പോൾ നികേഷിനും അതുപോലെ നമ്മുടെ ഹരീഷിനും ഒക്കെ ഭയങ്കര ദേഷ്യം പറയണേ. എന്നിട്ട് സുഭാഷ് അകത്തോട്ട് പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ നികേഷ് ആ ചെയറിലിരിക്കുന്നു. ഹരീഷും ദേഷ്യപ്പെട്ട് സുധീഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് റൂമിലോട്ട് കയറിപ്പോട്ടോ. സുധീഷ് പൊട്ടി കരഞ്ഞ് നേരെ ചെന്ന് ആ ടേബിളിൽ ഇരിക്കുമ്പോൾ നികേഷ് അവിടെ ഇരിക്കുകയായിരുന്നു. നികേഷ് എഴുന്നേറ്റ് ഒറ്റ പോക്കും. കാരണം എല്ലാവർക്കും ദേഷ്യമായിപ്പോയി. കാരണം സുധീഷ് കാരണമല്ലേ ഇങ്ങനൊരവസ്ഥ വന്നത്. പിന്നെ ആ രാത്രി അവരെല്ലാവരും സുഭാഷ് കിടന്നു, നികേഷും കിടന്നു. ഹരീഷ് ആ പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഭാസ്കരനും ഉമ്മറത്ത് ചാരി ഇരിപ്പുണ്ടായിരുന്നു. സുധീഷ് അന്ന് ആ റൂമിൽ ആ കട്ടിലിൻ്റെ അവിടെ പോയിരുന്ന് ഇങ്ങനെ വിമ്മി പൊട്ടി കരയായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിധിയുടെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഒരു സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭയങ്കരമായിട്ട് ഇമോഷനാവുന്ന സീനാണ് കേട്ടോ അതൊക്കെ. അതേ സമയം നമ്മുടെ നിധിയും ആ ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന് സുധീഷിൻ്റെ കൂടെയുള്ള കുറച്ച് മൂമെൻറ്റും കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിധിക്ക് കുറച്ച് സുധീഷ് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ എവിടെയൊക്കെയോ സുധീഷിനെയും അതുപോലെ തന്നെ ആ കുടുംബവും ഹരീഷേട്ടനെയും നികേഷിനെയും ഹരീഷിനെയും അതുപോലെ സുഭാഷ് ചേട്ടനെയും ഒക്കെ ശരിക്കും അങ്ങോട്ട് മിസ്സാവുകയാണ്. ഈ രാത്രിയിൽ ഈ സമയമൊക്കെ അവർ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും നിധിക്ക് മിസ്സായപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടം. നിധി പൊട്ടിക്കരയാണ് റൂമിൽ ഇരുന്ന്. അങ്ങനെ സുധീഷും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആ ജോലി കിട്ടിയ സമയത്ത് ഐസ്ക്രീം മേടിച്ച് കൊടുക്കുന്നതും പിന്നെ ജോലിക്ക് പോണതിൻ്റെ അന്ന് സുധീഷ് വാച്ച് കൊടുത്തതും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണല്ലേ, നിധിക്ക് സുധീഷിന് ശരിക്കും ഇഷ്ടമാണ് നമ്മുടെ നിധീനെ. പക്ഷെ നിധിക്ക് സുധീഷിനോട് ശരിക്കും പ്രണയം ഉണ്ടോ? ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ അത് വെച്ചിട്ട് പുറത്ത് പ്രകടിപ്പിക്കാത്ത ആണോ? പക്ഷേ ഈ ഒരു അറ്റാക്ക് നിധിയോട് കാണിച്ചത് ശരിക്കും ബോറായിപ്പോയി. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയം നമ്മുടെ സുഭാഷ് നികേഷിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. എന്നിട്ട് പറയും, സുഭാഷ് ചേട്ടാ നിധിയേട്ടത്ത് ഇനി വരില്ലായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയുമ്പോൾ സുധീഷ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയാണ് നിധി.
നീ അതൊന്നും ഓർക്കണ്ട. പിന്നെ അവർ തീരുമാനം എടുക്കട്ടെ, കാരണം അവരുടെ ജീവിതമാണ്. ആ കുട്ടി എന്താണോ തീരുമാനിക്കുന്നത്, എന്നേക്കുമായി ഇവിടെ നിൽക്കാമെന്നൊന്നും നിധി വാക്ക് തന്നില്ല. നമുക്ക് വേണ്ടി അവൾ ഇവിടെ നിന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവിടെ നീ ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയൊന്നും വേണ്ടെന്ന് സുഭാഷ് നികേഷിനോട് പറയുന്നത്. ഹരീഷും ആ പടിപ്പുറത്ത് വെളിയിൽ ആ തൂണയിൽ ചാരിയിരുന്ന് വിഷമിച്ചങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സുധീഷ് ഒരേ കരച്ചിലാണ്, പല പല കാര്യങ്ങളും ഓർത്ത്. അങ്ങനെ ഭാസ്കറിനും അതുപോലെ തന്നെ. എന്നിട്ട് നികേഷ് കെട്ടിപ്പിടിച്ച് സുഭാഷിനെ കരയാണ്. കാരണം വെച്ചാൽ നികേഷിന് അങ്ങനെയാണല്ലോ, മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവൊന്നും നമ്മുടെ നികേഷിനില്ല. അത് കഴിഞ്ഞ് പിന്നെ നിധി കരഞ്ഞ് അവസാനം ആ ഒരു രാത്രി അങ്ങനെ നേരം ഇരുട്ടി വെളുത്ത് ആയി വരെയാണ്. നേരം ഉണർന്നു, അലാറം കേട്ടു, നിധി എഴുന്നേറ്റു. നിധി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിലാണെന്നുള്ള കാര്യം അപ്പോഴാണ് ഓർക്കണത്. നിധി എഴുന്നേറ്റ് പോയി ഫ്രഷായൊക്കെ വന്നിട്ട് നേരെ എല്ലാവരും പോയി അവിടെ ക്യാൻറ്റീൻ ഇതാണല്ലോ, ഹോസ്റ്റലല്ലോ, അപ്പോൾ പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കൊണ്ടുവന്ന് വെച്ച് ചായ മാത്രം കുടിക്കുകയാണ്. അങ്ങനെ നിധിയും പോയി ഒരു ചായ എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കൊണ്ടുവച്ചിട്ട് ചായ കുടിക്കുന്നു. നിധി അങ്ങ് വല്ലാണ്ടായിപ്പോയി. കാരണം വെച്ചാൽ ഇത്രയും ഒരു ഗതികെട്ട ചായ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല, അത്രയ്ക്ക് ബോറായിട്ടുള്ളൊരു ചായയായിരുന്നു. നിധി അപ്പോൾ വീട്ടിലെ കാര്യം ഓർത്തു. ഒരു ദിവസം സുഭാഷേട്ടൻ്റെ ഒരു ചായ മാത്രം മതി ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ, നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടി. നിധി അതൊക്കെ ശരിക്കും അങ്ങോട്ട് മിസ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നിധി എഴുന്നേറ്റ് ആ ജനൽ തുറക്കുകയാണ്. ഈ സമയം നമ്മുടെ ഭാസ്കരൻ അവിടെ നിന്ന് ഇത്രയും ദൂരം സൈക്കിളും ചവിട്ടി ഈ ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ് പോയി നിൽക്കുകയാണ്. അപ്പോൾ നിധി ജനൽ തുറന്നിട്ട് തിരിഞ്ഞ് നടന്നപ്പം ഭാസ്കരൻ അവിടെ നിൽക്കണു. നിധി പെട്ടെന്ന് അതിശയിച്ച് പോകണം കേട്ടോ. അങ്ങനെ നിധി ഓടി താഴെ ഇറങ്ങി വരെയാണ്. കാരണം വിസിറ്റേഴ്സിനൊന്നും അവിടെ അലൗഡ് അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗാർഡിയനായിട്ട് നിൽക്കുന്ന ആളിന് വരാം. അങ്ങനെ നിധി ഓടി വരുന്ന ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ആവണം കേട്ടോ. ഈ സമയം അല്ല, ഇത് വൈൻഡപ്പ് ആവണം. പിന്നെ പിറ്റേന്ന് കാണിക്കുന്നത് ഭാസ്കരൻ വന്നിട്ട് ഞാൻ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മോളെ അവൻ അങ്ങനെ ബുദ്ധിമോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയും. അപ്പം നിധി കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഭാസ്കറിനെ. ഒരച്ഛൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണോ ഒരു മകന് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ സുധീഷ് പിന്നെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇന്ന് വരെ സുധീഷ് ഏട്ടൻ നിധിയേട്ടത്തിയോട് ഇഷ്ടം അല്ലെങ്കിൽ ആ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ടോ, അതൊന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ് ഹരീഷിൻ്റെ കുറേ അഡ്വൈസൊക്കെ കൊടുത്ത് സുധീഷിനെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി ഇരിക്കാം അല്ലേ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി നല്ലൊരു ഡേ തന്നെ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ കാറ്റത്തെ കിളികൂടിൻ്റെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.